നമസ്കാരം. ഒരു യൂട്യൂബർ ആയതിനു ശേഷമുള്ള എൻ്റെ കുറെ അനുഭവങ്ങൾ അതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അതൊരുപക്ഷെ തുടക്കക്കാർക്കൊക്കെ ഉപകാരപ്പെട്ടേക്കാം. അപ്പൊ ഞാൻ ആദ്യമായിട്ട് പറയാൻ പോകുന്നത്, സാധാരണ നമ്മൾ യൂട്യൂബ് ചാനൽ കാണുമ്പോൾ വീഡിയോസ് എല്ലാം നല്ല ഭംഗിയുള്ളതാണ്. ഏത് വീഡിയോ നമ്മൾ നോക്കിയാലും നല്ല ഭംഗിയുള്ളതാണ്, കണ്ടുകൊണ്ടിരിക്കാൻ രസമാണ്. പക്ഷേ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഓരോ യൂട്യൂബറും വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിനനുസരിച്ചുള്ള വരുമാനം നമുക്ക് പിന്നീട് കിട്ടും. ഉടനെ കിട്ടില്ല, പിന്നീടേ കിട്ടുള്ളൂ. പക്ഷെ നമ്മൾ നല്ലവണ്ണം കഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്ക് നല്ല വരുമാനവും കിട്ടുള്ളൂ. അപ്പൊ ഇത് പറയാൻ കാരണം, ചില യൂട്യൂബേഴ്സ് തുടക്കക്കാർ വന്ന് ഒന്നോ രണ്ടോ വീഡിയോ ഇടും, അതിന് റീച്ച് കിട്ടില്ല, അവരങ്ങ് മതിയാക്കി പോകും. അപ്പോൾ ഞാൻ ചാനൽ തുടങ്ങിയിട്ട് കുറച്ച് കാലം ആയിട്ടുള്ളൂ. ആദ്യം എനിക്കും അങ്ങനെ തന്നെയായിരുന്നു. 5 പേര്, 10 പേര്, 15 പേര്, 20, 60 ഇതൊക്കെയാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷെ ഞാൻ തളർന്നില്ല. ഞാൻ വീണ്ടും വീഡിയോ ഇട്ടുകൊണ്ടേയിരുന്നു. ഷോർട്ട് വീഡിയോസ് ആണ് കൂടുതലും ആദ്യം ഇട്ടത്. പിന്നെ ലോങ് വീഡിയോ, സാധാ വീഡിയോസ് ആയി. പിന്നെ പതുക്കെ ഞാൻ പല കണ്ടന്റും ആദ്യം ചെയ്തു നോക്കി, ഒന്ന് മാറി ഇതൊക്കെ മാറ്റിയൊക്കെ ചെയ്തു നോക്കി. പിന്നീടാണ് ഒരു കണ്ടന്റിലേക്ക് മാറിയത്. അപ്പോൾ എൻ്റെ അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ, ആദ്യം ഒരുപാട് ശ്രമിച്ചിട്ടും വ്യൂസ് ഒന്നും വന്നില്ല. പിന്നീടാണ് വ്യൂസ് വന്നു തുടങ്ങി. ഇപ്പൊ ഞാൻ എന്റെ ഒരു ചാനൽ ഇപ്പൊ മോണിറ്റൈസേഷൻ ആയി. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. കൊടുങ്കാറ്റ് എന്ന ഒരു ചാനൽ മോണിറ്റൈസേഷൻ ആയി. അപ്പൊ അതിനകത്ത് വഴിയോരത്തുന്നൊരു കണ്ടന്റ് ആണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എനിക്ക് തുടക്കക്കാരോടും നമ്മുടെ ഫ്രണ്ട്സിനോടും പറയാനുള്ളത്, തളരാതെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുക. തീർച്ചയായിട്ടും നമ്മൾ വിജയത്തിൽ എത്തുക തന്നെ ചെയ്യും. എന്റെ അനുഭവം അതാണ്. അപ്പൊ ഇനി ഞാൻ എന്റെ അനുഭവം വെച്ച് കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. എനിക്കത് പറയുന്നതിന് സന്തോഷമേ ഉള്ളൂ. ഒന്നാമത്തെ കാര്യം, നമ്മൾ വീഡിയോ എടുക്കുന്നത് പകൽ സമയങ്ങളിൽ എടുക്കാൻ ശ്രമിക്കുക. എന്റെ ഫ്രണ്ട്സിനോട് ഞാൻ പറയാണ്, എന്റെ അനുഭവം വെച്ചിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. എനിക്ക് അധികം അറിവൊന്നുമില്ല. എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഒന്നാമത്തെ പോയിന്റ്, നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് പകൽ സമയങ്ങളിൽ ചെയ്യുക. പിന്നീട് പറയാനുള്ളത്, നമ്മൾ വീഡിയോ വിടേണ്ടത് അൺലിസ്റ്റഡ് ആക്കി വേണം വീഡിയോ വിടാൻ. വിടേണ്ടത് ആദ്യം അൺലിസ്റ്റഡ് ആക്കി വേണം വീഡിയോ വിടാൻ. തംബ്നെയിൽ കൃത്യമായും വേണം, എൻഡ് സ്ക്രീനും വേണം. എന്റെ അനുഭവമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, എന്റെ ഒരു അനുഭവം, അതായത് ഈ അവധി ദിവസങ്ങളിൽ വീഡിയോ വിടുകയാണെങ്കിൽ നമുക്ക് കുറച്ച് കൂടുതൽ റീച്ച് കിട്ടും. സാധാരണ ഇപ്പോ ഈ സെക്കൻഡ് സാറ്റർഡേ, ഞായറാഴ്ച, മറ്റ് അവധി ദിവസങ്ങളിലൊക്കെ വീഡിയോ ഞാൻ ചെയ്തു. ഞാൻ അങ്ങനെ പരീക്ഷിച്ച് നോക്കിയതാണ്. അപ്പൊ അത് നല്ല റീച്ചിലെത്തുന്നുണ്ട്. ആ വീഡിയോസ് എല്ലാം, ഷോർട്സ് ആയാലും അതുപോലെ തന്നെ ഈ വീഡിയോസ് ആയാലും ഒരു നല്ല റീച്ചിലെത്തുന്നുണ്ട്. പിന്നെ ഈ വീഡിയോ വിടുന്ന സമയം, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഓരോ കണ്ടന്റ് അനുസരിച്ച് അത് മാറി വരും. അത് കുറെ കാലം കഴിഞ്ഞ് നമുക്കത് മനസ്സിലാവുള്ളൂ. കുറഞ്ഞ 2-4 മാസമെങ്കിലും കഴിയണം, അപ്പോഴേ നമുക്കത് മനസ്സിലാവുള്ളൂ. അപ്പൊ ഞാൻ മനസ്സിലാക്കിയത്, ഉച്ചയ്ക്ക് ശേഷം, അതായത് ഒരു 12-12:30 മണി, അല്ലെങ്കിൽ ഒരു 11:30 ശേഷം, ഒരു 11:30 മണിക്ക് ശേഷം, അല്ലെങ്കിൽ പോട്ടെ 12 മണിക്ക്, ഉച്ചയ്ക്ക് 12 മണിക്ക് ശേഷം ഒരു 2 മണിക്കുള്ളിൽ എന്റെ വീഡിയോസ് എല്ലാം ഞാൻ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു വൈകുന്നേരം ഒരു 4:30 മണിക്ക് ശേഷം, ഒരു രാത്രി 7 മണിക്കുള്ളിൽ, ഈ സമയത്തൊക്കെ നമ്മൾ വീഡിയോ പബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല റീച്ച് കിട്ടും. അതേസമയം രാത്രിയൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒരു 10 മണിക്ക് ആരും കാണില്ല രാത്രി. അപ്പൊ എനിക്ക് മനസ്സിലായി, അത് പരീക്ഷിച്ച് നോക്കിയതാണ്. അങ്ങനെയുള്ള വീഡിയോ ഒക്കെ വളരെ വ്യൂസ് കുറഞ്ഞു പോയി. പിന്നെ മുമ്പ് ആദ്യമൊക്കെ ഞാൻ രാവിലെ 7:30 മണിക്ക് വീഡിയോ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ സമയത്തും വലിയ റീച്ച് എനിക്ക് കിട്ടിയില്ല. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് തോന്നുന്നത്, ഒരു ഉച്ചയ്ക്ക് 12:30 അല്ലെങ്കിൽ ഒരു 12 മണിക്ക് ശേഷം, ഒരു 2 മണിക്കകത്ത്, വൈകുന്നേരം ഒരു 4:30 ശേഷം, രാത്രി 7 മണിക്കുള്ളിൽ, ഈ സമയങ്ങളിൽ നമ്മൾ വീഡിയോ ഇടുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു റീച്ച് കിട്ടും. പിന്നെ ഒരു കാര്യം, സാധാരണ നമ്മൾ വീഡിയോ കൂടുതൽ റീച്ച് കിട്ടാൻ വേണ്ടി എല്ലാവരും ചെയ്യുന്നതാണ്, നമ്മളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ചെയ്യരുതെന്നാണ്. യൂട്യൂബർ ആയ നമ്മൾ ചെയ്യരുത്. അതേസമയം നമ്മളെ വീഡിയോ കണ്ടിട്ട് നമ്മളെ ഫ്രണ്ട്സ് ആരെങ്കിലും മറ്റാരെങ്കിലും ഷെയർ ചെയ്യണമെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ചെയ്യരുത് എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. കാരണം അധികം പേരും കാണില്ല. പക്ഷെ അതേസമയം വേറെ ആരെങ്കിലും ഷെയർ ചെയ്യണമെങ്കിൽ ചെയ്തോട്ടെ, കുഴപ്പമില്ല. ഇപ്പൊ യൂട്യൂബർ ആയതുകൊണ്ട് നമ്മൾ വാട്സാപ്പിൽ ഷെയർ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്, എൻ്റെ ഒരു അനുഭവമാണ്.
അതുപോലെ ഈ ഷെയർ ചെയ്ത് കൊടുക്കുന്നത് ഇപ്പോൾ കണ്ടന്റ് ഇഷ്ടമുള്ളവർക്ക്, ഇപ്പോൾ അതിന് ഒരു കൃഷിക്കാരൻ്റെ അടുത്ത് നമ്മൾ ടെക് വീഡിയോ നമ്മൾ അയച്ച് കൊടുത്തു കഴിഞ്ഞാലേ എന്തായാലും അദ്ദേഹം അത് കാണില്ല. ഇപ്പോൾ കോമഡി ഇഷ്ടപ്പെടുന്ന ഒരാളിന് നമ്മൾ മറ്റേതെങ്കിലും ഒരു ഇൻഫർമേഷൻ വീഡിയോ കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം അതും കാണില്ല. അപ്പോൾ ഓരോരുത്തരുടെ ഇതനുസരിച്ച് അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. ഇപ്പൊ കൃഷി വീഡിയോ ആണെങ്കിലും നല്ല കൃഷിക്കാരനാണ് അല്ലെങ്കിൽ കൃഷി ചെയ്യുന്ന ആളാണെങ്കിൽ അയച്ചു കൊടുത്താൽ കുഴപ്പമില്ല, അയാളത് കാണും. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മള് അതായത് യൂട്യൂബേഴ്സ് ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അധികം പേര് അത് കാണില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. വേറൊരു പ്രധാനപ്പെട്ട കാര്യം, സ്വന്തം കണ്ടന്റ് മാത്രം ഇടുക. ഞാൻ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അങ്ങനെയേ ചെയ്യാവൂ. റീയൂസ്ഡ് കണ്ടന്റ് വരരുത് ഒരിക്കലും. റീയൂസ്ഡ് കണ്ടന്റ് അറിയാമല്ലോ, അത് ഒരിക്കലും വരരുത്. സ്വന്തം കണ്ടന്റ് മാത്രം ഉപയോഗിക്കണം. സ്വന്തം കണ്ടന്റ് മാത്രമേ വീഡിയോ ആയിട്ട് ഇടാവൂ. പിന്നെ നമുക്ക് ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, കണ്ടന്റ് കിട്ടുന്നില്ല. അതിന് ഞാനൊരു ഞാൻ ശരിക്കും ഈ യാത്ര ചെയ്യുമ്പോഴേ, ഞാനൊരു ഉദാഹരണം പെട്ടെന്ന് പറയാം. യാത്ര ചെയ്യുമ്പോഴും നമ്മളിപ്പോൾ രാവിലെ മുതൽ അല്ലെങ്കിൽ വൈകുന്നേരം വരെയൊക്കെ പുറത്തു പോവുക അല്ലെങ്കിൽ ഇടയ്ക്ക് പുറത്തു പോവുക ചെയ്യുമ്പോൾ ഇടയ്ക്ക് നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴായാലും നമ്മൾ ഈ രാവിലെ കണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് കണ്ട കാര്യങ്ങൾ, ഭക്ഷണം കഴിക്കാൻ കയറിയപ്പോൾ കണ്ട കാര്യങ്ങൾ, അവിടെ ഉണ്ടായ അനുഭവം, കടയിൽ കയറിയപ്പോൾ അവിടെ ഉണ്ടായ അനുഭവം, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ, ഇപ്പോൾ റോഡിൽ നടന്നു പോയി ഒന്ന് രണ്ട് ആളുകൾ ഇങ്ങനെ നടന്നു പോയപ്പോൾ ഉണ്ടായ കാര്യങ്ങൾ, എന്തും നമ്മളിങ്ങനെ മനസ്സിൽ നമുക്ക് ഒന്ന് ആലോചിക്കാൻ പറ്റും. ചില സമയം വെറുതെ ഇരിക്കുമ്പോഴൊക്കെ നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ നമുക്ക് അവിടെ കണ്ടന്റ് കിട്ടും. അതുപോലെ വെയിറ്റ് ഷെഡിൽ കയറിയിരിക്കുമ്പോൾ, സത്യമാണ് ഞാൻ പറയുന്നത്, എനിക്ക് പല സമയങ്ങളിലും നല്ല നല്ല കണ്ടന്റുകൾ അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഈ വെയിറ്റിംഗ് ഷെഡിൽ ഇരിക്കുമ്പോഴും അതുപോലെ തന്നെ ഈ യാത്ര ചെയ്യുമ്പോഴും, ഒരു പക്ഷേ നമ്മള് വെറുതെ ഇരിക്കുമ്പോൾ പോലും രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴും നല്ല കണ്ടന്റ് നമ്മളെ മനസ്സിൽ വരും. അപ്പൊ ആ സമയത്ത് അത് പിറ്റേ ദിവസം നമ്മളത് വീഡിയോ ആക്കി മാറ്റും. അപ്പൊ നമുക്ക് സ്വന്തം കണ്ടന്റ് തന്നെ ധാരാളം ഉണ്ട്. എല്ലാവരും പറഞ്ഞത് കണ്ടന്റ് കിട്ടുന്നില്ല, കണ്ടന്റ് ക്ഷാമം, ഒന്നുമില്ല. നമുക്ക് കണ്ടന്റ് കിട്ടും. നമ്മൾ തന്നെ വിചാരിക്കും നമുക്ക് കണ്ടന്റ് കിട്ടും, ഒരല്പ ക്ഷമയോടുകൂടി. പിന്നെ എല്ലാവരും പറയും പോലെ ഏറ്റവും കൂടുതൽ ആവശ്യം ഇതിനകത്ത് നമുക്ക് ക്ഷമ തന്നെയാണ്. ക്ഷമയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിൽ വിജയിക്കാൻ പറ്റുള്ളൂ. എൻ്റെ അനുഭവം അത് തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ആദ്യം ഒരു വ്യൂസും സത്യം പറഞ്ഞാൽ ഒന്നും കിട്ടാത്ത അവസ്ഥയിലായി. പിന്നീടാണ് പെട്ടെന്ന് കുറേ കാലം ഇങ്ങനെ വീഡിയോ ഇട്ടിട്ട് വന്നപ്പോൾ എൻ്റെ വീഡിയോ കുറേയൊക്കെ, ഈ ചാനലല്ല മറ്റേ ചാനൽ, എൻ്റെ മറ്റു ചാനൽ, അതായത് കൊടുങ്കാറ്റ് എന്ന ചാനലിൽ നല്ല റീച്ച് വന്നു. പല വീഡിയോസും നല്ല നല്ല വ്യൂസ് വന്നു. എനിക്കതിൽ സന്തോഷമുണ്ട്. ഒരുപാട് പേര് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനാണ് എൻ്റെ ഇപ്പോഴത്തെ വിജയവും വലിയ ഒരു ആശ്വാസമാണ്. ഒരുപാട് പേര് എൻ്റെ വീഡിയോ കാണുന്നുണ്ട്. വളരെ സന്തോഷമുണ്ട്. അവർക്കൊക്കെ ഞാൻ നന്ദിയും പറയുകയാണ്. തുടർന്ന് കാണുകയും വേണം, എന്നെ സപ്പോർട്ട് ചെയ്യുകയും വേണം. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, വീഡിയോസിൽ നമുക്ക് കമന്റ് അയക്കും. പലരും ആ കമന്റ് കൊടുക്കണം, കമന്റ് തിരിച്ച് നമ്മൾ റിപ്ലൈ കൊടുക്കണം. കമന്റ് അയക്കുമ്പോൾ അത് കാണാതെ പോകരുത്. നമ്മൾ എത്ര തിരക്കുണ്ടെങ്കിലും ആ കമന്റിന് നമ്മൾ റിപ്ലൈ കൊടുത്തിരിക്കണം. അവർ ചോദിക്കുന്ന കാര്യം നമുക്ക് അവരുടെ കമന്റുകൾ വളരെയധികം വിലപിടിപ്പുള്ളതാണ്. എനിക്ക് അങ്ങനെയാണ്. ഞാൻ എല്ലാ കമന്റിലും റിപ്ലൈ കൊടുക്കും. അപ്പൊ അവര് നമ്മളിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്ന കമന്റിലൂടെയാണ്. അപ്പൊ ആ കമന്റ് ഇട്ടാണ് തീർച്ചയായും റിപ്ലൈ കൊടുക്കും. ഇന്ന് കൊടുക്കാൻ പറ്റില്ലേ നാളെ കൃത്യമായി റിപ്ലൈ കൊടുക്കണം. ദയവ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഇത്രയൊക്കെയാണ് എനിക്ക് എന്റെ അനുഭവത്തിൽ നിന്ന് പറയാനുള്ളത്. തുടർന്നും എന്റെ അനുഭവങ്ങൾ വരുമ്പോൾ ഞാൻ മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം. നന്ദി, നമസ്കാരം.